ഈശോ സ്നേഹിക്കുന്നവരെ, 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 17 വാക്യങ്ങൾ. എത്ര ശീർഷകങ്ങളുണ്ട്? ഒരു ശീർഷകം മാത്രമേ ഉള്ളൂ. അത് 2-ാം വാക്യം മുതലുള്ള സാമുവൽ ന്യായാധിപൻ എന്ന ഏക ശീർഷകമാണ്. 2 മുതൽ 17 വരെയുള്ളത്. 1 സാമുവൽ 7:1 പ്രകാരം എവിടെയുള്ള ആളുകൾ വന്നാണ് കർത്താവിൻ്റെ പേടകം അബിനാദാബിൻ്റെ ഭവനത്തിൽ എത്തിച്ചത്? കിരിയാത്ത് യയാറിമിലെ. കർത്താവിൻ്റെ പേടകം ആരുടെ ഭവനത്തിലാണ് എത്തിച്ചത്? അബിനാദാബിൻ്റെ. എവിടെ താമസിച്ചിരുന്ന ആളാണ് അബിനാദാബ്? ഗിരിമുകളിൽ. പേടകം സൂക്ഷിക്കുന്നതിന് അബിനാദാബിൻ്റെ ഏത് പുത്രനെയാണ് അവർ അഭിഷേകം ചെയ്തത്? എലയാസറിനെ. കർത്താവിൻ്റെ പേടകം അബിനാദാബിൻ്റെ ഭവനത്തിൽ എത്ര വർഷത്തോളമാണ് ഇരുന്നത്? 20 വർഷത്തോളം. ഇസ്രായേൽ ജനം ആരിലേക്ക് തിരിഞ്ഞാണ് വിലപിച്ചു കൊണ്ടിരുന്നത്? കർത്താവിങ്കലേക്ക്. കർത്താവിങ്കലേക്ക് തിരിഞ്ഞ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇസ്രായേൽ ജനം വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആരാണ് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചത്? സാമുവൽ. കർത്താവിങ്കലേക്ക് തിരിയേണ്ടതിന് എന്തിനെല്ലാമാണ് ബഹിഷ്കരിക്കാൻ പറഞ്ഞത്? അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. എപ്രകാരം കർത്താവിങ്കലേക്ക് തിരിയേണ്ടതിനാണ് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കാൻ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? പൂർണ്ണ ഹൃദയത്തോടെ. നിങ്ങളെ പൂർണ്ണമായി എന്തു ചെയ്യുവിൻ എന്നാണ് സാമുവൽ പറഞ്ഞത്? ദൈവത്തിനു സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. 3-ാം വാക്യം പൂരിപ്പിക്കുന്നതാണ്. ആരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്? ഫിലിസ്തീനരുടെ. 4-ാം വാക്യം കാണാം. അങ്ങനെ ഇസ്രായേല്യർ എന്തിൻ്റെയൊക്കെ ബിംബങ്ങളെയാണ് ബഹിഷ്കരിച്ചത്? ബാലിൻ്റെയും അസ്താർത്തയുടെയും. ഇസ്രായേല്യർ അവ ബഹിഷ്കരിച്ച് എന്താണ് ചെയ്തത്? കർത്താവിനെ മാത്രം ആരാധിച്ചു. ഇസ്രായേല്യർ ബാലിൻ്റെയും അസ്താർത്തയുടെയും ബഹിഷ്കരിച്ച് 4-ാം വാക്യമാണ് ബിംബങ്ങളെ. സാമുവൽ പറഞ്ഞു, ഇസ്രായേൽ മുഴുവൻ ഒരുമിച്ച് കൂടട്ടെ. എവിടെയാണ്? മിസ്പായിൽ. ആര് മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത്? ഇസ്രായേൽ മുഴുവൻ. ഞാൻ ആർക്കു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാമെന്നാണ് സാമുവൽ പറഞ്ഞത്? ഇസ്രായേൽ മുഴുവനും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി പകർന്നത് എവിടെ? കർത്താവിൻ്റെ സന്നിധിയിൽ. ആ ദിവസം മുഴുവൻ അവർ എന്തു ചെയ്തു? ഉപവസിച്ചു. എന്താണ് ഇസ്രായേൽ ഏറ്റുപറഞ്ഞത്? ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന്. മിസ്പായിൽ വച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ എന്തു ചെയ്യാൻ തുടങ്ങിയത്? ന്യായപാലനം. അല്ലെങ്കിൽ മിസ്പായിൽ വെച്ച് സാമുവൽ ഇസ്രായേൽ ജനത്തെ എന്തു ചെയ്യാനാണ് തുടങ്ങിയത്? ന്യായപാലനം ചെയ്യാൻ. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ആരാണ് പുറപ്പെട്ടത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ആരെയാണ് ആക്രമിക്കാൻ പുറപ്പെട്ടത്? ഇസ്രായേല്യരെ. ഇസ്രായേൽക്കാർ എങ്ങനെയുള്ളവരായി? ഭയചകിതരായി. ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ആരോട് പ്രാർത്ഥിക്കണമേ എന്നാണ് അവർ സാമുവലിനോട് അപേക്ഷിച്ചത്? ദൈവമായ കർത്താവിനോട്. അവർ ആരോടാണ് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചത്? സാമുവലിനോട്. സാമുവൽ എന്തിനെയാണ് സമ്പൂർണ്ണ ദഹനബലിയെ അർപ്പിച്ചത്? വിലകൂടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ. സാമുവൽ ആർക്കു വേണ്ടിയാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്? ഇസ്രായേലിനു വേണ്ടി. അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു. അവൻ സാമുവൽ. സാമുവൽ എന്തർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിലിസ്തീർ അടുത്തത്? ദഹനബലി. കർത്താവ് എന്തു മുഴക്കിയാണ് ഫിലിസ്തീനെ സംഭ്രാന്തരാക്കിയത്? ഭയങ്കരമായ ഒരു ഇടിനാദം. സംഭ്രാന്തരായ ഫിലിസ്തീർ എന്തു ചെയ്തു? അവർ പലായനം ചെയ്തു. ഇസ്രായേലിയർ എവിടെ നിന്നാണ് അവരെ പിന്തുടർന്ന് വധിച്ചത്? അതായത് പലായനം ചെയ്ത ഫിലിസ്തീനെ മിസ്പായിൽ നിന്ന്. ഇസ്രായേലിയർ അവരെ മിസ്പായിൽ നിന്ന് എവിടം വരെയാണ് പിന്തുടർന്ന് വധിച്ചത്? ബത്കാർ വരെ. വാക്യത്തിലെ 2 സ്ഥലനാമങ്ങൾ മിസ്പ, ബത്കാർ. അനന്തരം ഏതൊക്കെ സ്ഥലങ്ങൾക്കു മധ്യേയാണ് ഒരു കല്ലു സ്ഥാപിച്ചത്? മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ. ആരാണ് മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ലു സ്ഥാപിച്ചത്? സാമുവൽ. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് സാമുവൽ ആ സ്ഥലത്തിന് ഇട്ട പേരെന്ത്? എബ്നേസർ. അങ്ങനെ ആരാണ് കീഴടങ്ങിയത്? ഫിലിസ്ത്യർ. പിന്നീട് ഒരിക്കലും അവർ എവിടെ കാലുകുത്തിയിട്ടില്ല? ഇസ്രായേൽ ദേശത്ത്. സാമുവലിൻ്റെ കാലം അത്രയും ആരുടെ കരമാണ് ഫിലിസ്ത്യർക്കെതിരെ ബലപ്പെട്ടിരുന്നത്? കർത്താവിൻ്റെ. എവിടെ മുതൽ ഗത്ത് വരെ ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാമാണ് അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തത്? എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്തീർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ആർക്കാണ് തിരികെ കൊടുത്തത്? ഇസ്രായേലിന്. ഇസ്രായേലിയർ തങ്ങളുടെ പ്രദേശമെല്ലാം ആരിൽ നിന്നാണ് വീണ്ടെടുത്തത്? ഫിലിസ്തീനിൽ നിന്ന്. ഇസ്രായേലിയരും ആരും തമ്മിലാണ് സമാധാനമുണ്ടായത്? ഇസ്രായേലിനും അമോര്യരും തമ്മിൽ സമാധാനമുണ്ടായി. അമോര്യ. സാമുവൽ തൻ്റെ ജീവിതകാലം അത്രയും എവിടെയാണ് നീതിപാലനം നടത്തിയത്? ഇസ്രായേലിൽ.
സാമുവൽ തൻ്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ ഡാഷ് നടത്തി നീതിപാലനം. സാമുവൽ വർഷം തോറും സന്ദർശിച്ച സ്ഥലങ്ങൾ ഏതെല്ലാം? ബഥേൽ, ഗിൽഗാൽ, മിസ്പ. ഈ സ്ഥലങ്ങളിൽ അവൻ എന്തു നടത്തിയിരുന്നു? നീതിപാലനം. ബഥേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ ഡാഷ് സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു. അല്ലെങ്കിൽ എപ്പോഴൊക്കെ? വർഷം തോറും. അനന്തരം തൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന എവിടേക്കാണ് സാമുവൽ മടങ്ങിപ്പോയത്? റാമായിലേക്ക്. റാമായിൽ സാമുവൽ നിർമ്മിച്ചത് എന്ത്? ഒരു ബലിപീഠം. അവിടെയും ഡാഷ് നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. അവിടെ എന്താണ് നടത്തിയത്? നീതിപാലനം. എവിടെയാണ്? റാമായിൽ. 1 സാമുവൽ 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 17. എത്ര ശിക്ഷകൾ? 1. അതിൻ്റെ വിശദവിവരങ്ങൾ താഴെ കൊടുത്തതാണ്, അതുകൊണ്ടാണ് തുടക്കത്തിൽ വരാതിരുന്നത്. അതിൽ കീഴിൽ വരുന്ന തിരുവചന ഭാഗം 2 മുതൽ 7 വരെ സാമുവൽ ന്യായാധിപൻ എന്നുള്ളത്. 1 സാമുവൽ 7:4 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏത്? ന്യായാധിപന്മാർ 10:16. സാമുവൽ 7:10 സമാനമായ തിരുവചന ഭാഗങ്ങൾ പുറപ്പാട് 14:24, ജോഷുവ 10:10. സഹായശില. എബ്നേസർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സഹായശില.